ചവിട്ടാനും അറിയില്ല അല്ലേ ചാത്തപ്പ. സന്തോഷമായി രാവിലെ തന്നെ. കുട്ടിയോളെ കനാലിൽ മതിക്കുന്നുണ്ട് കേട്ടോ. കുഞ്ഞനും കുഞ്ഞുണ്ണിയും സുകന്യും എല്ലാവരും വന്നിട്ടുണ്ട്. അപ്പോൾ എന്താ അവിടെ കനാലിലുള്ള ഒരു അങ്കപ്പാട് എന്നറിയോ? കുറേ പേര് ചോദിച്ചിരുന്നു, ചേച്ചി നിങ്ങളുടെ കനാൽ കാണിച്ചു തരുമോ എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ ഇത്ര ദിവസമായിട്ട് സുകന്യല്ല മറ്റൊരു നിങ്ങൾക്ക് കനാൽ കാണിച്ചു തരണോ? വാ കനാൽ കാണിച്ചു തരാം കേട്ടോ. സുകന്യ ഇറങ്ങി നീന്താൻ തുടങ്ങി രാവിലെ തന്നെ. ഈ ഇറങ്ങി നീന്താൻ തുടങ്ങി രാവിലെ തന്നെ. എന്താണല്ലേ വിരുന്നൊക്കെ കഴിഞ്ഞപ്പോഴേ പിന്നെയും തടിച്ചു. എവിടേക്കാ ഈ തടി പോണ്? അയ്യോ അവള് ഇവിടെ മെലിഞ്ഞ് ഉണങ്ങിയിട്ടായിരുന്നില്ലേ ഇരുന്നിരുന്നത്. എത്ര ഉണ്ടാണല്ലോ അവിടെ പോയി വന്നപ്പോഴാണല്ലേ ഈ പൊക്കറ്റ് പോലെ. അവിടെ പോയി ബീഫും ചിക്കനും മട്ടനൊക്കെ കഴിച്ചിട്ടേ. ചിക്കനും മട്ടനൊക്കെ തിന്ന തടിയൊക്കെ ആയിരിക്കുക. പോയത് വിഷുവിനാണ്, ആ ഓർമ്മയെങ്കിലും വേണ്ടേ. ആരോ ടാങ്കൊക്കെ കൊണ്ടുപോകണം. അപ്പോഴേ നമ്മുടെ കനാലത്തെ അവസ്ഥ വേണ്ടേ? അങ്ങോട്ട് കയറി നിൽക്കട ഉണ്ണി. കണ്ടോ നമ്മുടെ കനാലിൽ എന്താ വെള്ളം വെച്ചിട്ടാ, നല്ല രീതിയിൽ വെള്ളമുണ്ട്. ഇതാ ഉണ്ണി, ഇതാ ഈ കുമ്പളവള്ളിയില്ലേ, കുമ്പളവള്ളി ഒന്നും ഇങ്ങോട്ട് നീ മോളിക്ക് കയറ്റി വെക്ക്. അയ്യേ വെള്ളത്തിലാണത്, അളിഞ്ഞു പോവേ. ആ കുമ്പളവള്ളി ഉണ്ടോ അതാത്? അത് ഇങ്ങോട്ട് മോളിക്ക് കയറ്റി വെക്ക്. ഒന്നും ചൊറിയില്ല ഉണ്ണി. കണ്ടോ, ഇതാണ് നമ്മുടെ കനാല്. കനാലിൽ പുഴ പോലെ ഇപ്പോൾ വെള്ളം ഉണ്ട് കേട്ടോ. നമുക്ക് തിരുമ്പല് കുളിക്കല് ഒക്കെ ഇതിൽ നടത്താം. അതിന്റെ സൈഡിൽ കൂടെയാണ് പറഞ്ഞാൽ വലിയ കനാലിൽ എത്ര ആൾക്കാരാണ്, എല്ലാ കടയിലും നിറയെ ആൾക്കാരാണ്. വലിയ കനാലിൽ ഇഷ്ടം പോലെ എന്താ വെള്ളമുണ്ട്. അതിൽ പെട്ട് കഴിഞ്ഞു വെച്ചാലേ, നീന്താൻ അറിയാത്തവർ പെട്ട് കഴിഞ്ഞാൽ അങ്ങോട്ട് പോകും കേട്ടോ. കാരണം എന്താ വെച്ചാൽ ആദ്യം ഈ കോൺക്രീറ്റ് പണി ചെയ്തിരുന്നില്ല. അപ്പോൾ എവിടെ മണ്ണിൻ്റെ ആ സൈഡിൽ കൂടെയൊക്കെ ചെടികളുള്ളത് കൊണ്ട് പോയി കഴിഞ്ഞു വെച്ചാൽ ഏതെങ്കിലും ചെടിയിൽ പിടുത്തം കിട്ടും. ഇപ്പം അത് പിടിക്കാൻ പറ്റില്ല കേട്ടോ. അതുകൊണ്ട് എന്തെന്നറിയോ, പോയാൽ അങ്ങോട്ട് പോകും. പക്ഷെ കുട്ടികളൊക്കെ ഇല്ലേ ഇപ്പം നിങ്ങൾ ശരിക്കും എന്താ വേനലവധി ആഘോഷിക്കുന്നതില്ലേ നമ്മുടെ നാട്ടിലുള്ള ആൾക്കാരാ. അത് പറയാതിരിക്കാൻ പറ്റില്ല. എല്ലാവരും അങ്ങനെയല്ല, പുറത്തു കൂടെ പോയിട്ട് ഒക്കെ കാഴ്ചകൾ കാണില്ലേ നമ്മുടെ നാട്ടിലല്ലേ. മീൻപിടുത്തം, ഫസ്റ്റത്തെ കളി മീൻപിടുത്തം, എന്താ ക്രിക്കറ്റ് കളി, കിസേപ്പി കളി. ഇനി ഇവിടുന്ന് വലിയ കനാലിൽ പോയി കഴിഞ്ഞു വെച്ചാൽ വലിയ ടയർ കൊണ്ടുവന്നിട്ടില്ലേ, ടയറല്ലേ എന്നിട്ട് ട്യൂബ് കൊണ്ടുവന്നിട്ട് ആ എന്താ പാലത്തിൻ്റെ മുകളിൽ പതേന്ന് പറഞ്ഞിട്ട് ഇപ്പോഴൊക്കെ ചില സിനിമയിൽ കാണില്ലേ, ആ സംഭവങ്ങളൊക്കെ നമ്മുടെ ഈ ചുറ്റുവട്ടത്ത് മൊത്തം ഉണ്ട് കേട്ടോ. പക്ഷെ നമ്മൾ എന്താ രാവിലെ ഉണ്ട് കുട്ടികൾ ചോറിനിട്ട് അങ്ങോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് ചോറിനാനെ വരും. ശരിക്കും നല്ല രീതിയിൽ മക്കളില്ലേ ആഘോഷിക്കുന്നുണ്ട് അവരുടെ ജീവിതം. എന്താ ഒരു വീട്ടിൻ്റെ ഉള്ളിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാതെ ഇരിക്കണേക്കാട്ടിലും എത്രയും നല്ലതല്ല ഇങ്ങനെ അപ്പുറത്തെ ഇപ്പുറത്തെ കുട്ടികളൊക്കെ കൂട്ടിയിട്ട് പോണത് അല്ലേ. പക്ഷെ എനിക്ക് വലിയ കനാലിൽ പോയിട്ട് ചാടണ ഭയങ്കര പേടി കേട്ടോ. പക്ഷെ ആ ട്യൂബ് ചാടുമ്പോൾ എനിക്ക് ഭയങ്കര പേടി. പിന്നെ നമ്മൾ ഇവിടുന്ന് അങ്ങോട്ട് നാളൊരു ദിവസം ഒരു നമ്മൾ ഇന്നാൾ ഇവിടുന്ന് ഒരു ഷാരത്തൊരു വീട് കാണിച്ചു തന്നില്ലേ, ആ ഷാരത്തെ വീടിൻ്റെ ഉമ്മർത്തും ഇത്രയ്ക്ക് വെള്ളം ഉണ്ടാവും കേട്ടോ. എൻ്റെയൊക്കെ ഞാനൊക്കെ അവിടെ പോയിട്ടാണ് കുളിക്കലും തിരുമ്പലും ഒക്കെ. അപ്പം നാളെ ഇതേപോലെ വിളക്ക് വെക്കുമ്പോൾ കുളിക്കാണ്ടാണോ വിളക്ക് വെച്ച് കുട്ടികൾ ചോദിച്ചിരുന്നു. കുട്ടികൾ രാവിലെയും വൈകുന്നേരം ഒക്കെ അവിടെ തന്നെയാണ്, വെള്ളത്തിൽ തന്നെയാണ്. നിൻ്റെ അമ്മ എപ്പോഴും പറയും കേട്ടോ, മൂക്കിൽ കൂടെ വെള്ളം കയറണം നോക്കിക്കോ, ചെവി കൂടെ വെള്ളം കയറും. ഇവർക്കൊക്കെ അതൊരു ശീലമായി. ചായ തിളപ്പിക്കാൻ പോയതാ. നമ്മുടെ ഇവിടുത്തെ ഗ്യാസ് കഴിഞ്ഞു. അവന് അതിനെന്താ, അപ്പുറത്തെ വീട്ടിൽ ഗ്യാസ് ഉണ്ടല്ലോ, പിന്നെന്താ ലേട്ടാ, ചായ വെക്കുക ചായ കുടിക്കുക, അത്രയല്ലേ വേണ്ടുള്ളൂ, അത്രമാത്രമല്ലേ വേണ്ടുള്ളൂ. വിഷുവിനൊക്കെ അവിടെയാണ് വെച്ച് അല്ലേ, അല്ലാത്ത സമയത്തൊക്കെ നമ്മൾ ഇവിടെ വയ്ക്കുന്നത്. അപ്പോൾ അവിടെ ഗ്യാസ് ഉള്ളത് കൊണ്ട് സുഖമാണ് കേട്ടോ. ഞങ്ങൾക്ക് പിന്നെ ഒരു വീടല്ലെങ്കിൽ 2 വീടുള്ളത് കൊണ്ട് ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ ദൈവത്തിൻ്റെ കുറുത്തം കൊണ്ട് നല്ല രീതിയിൽ പോകുന്നുണ്ട്. ഞാനില്ലേ കൂട്ടാനുള്ളത് അടുപ്പത്ത് വെച്ചതാണേ. അപ്പയ്ക്കാണ് ഈ അവസ്ഥ, താമുട്ടി തണുത്ത വെള്ളം. എന്താണല്ലേ കുറ്റിയിൽ ഗ്യാസ് കഴിഞ്ഞപ്പോഴേക്ക് വീണ് കിടക്കണം, ക്ഷീണിച്ചു, കുറ്റിയെ ക്ഷീണിച്ചായിരുന്നു. ഉറക്കം കണ്ണു വിളിച്ചിട്ടില്ല. പൂച്ചക്കുട്ടി
ഇവരിക്കില്ലേ ഇവരില്ല പറഞ്ഞു വെച്ചാലില്ലേ ഈ കുട്ടികൾ ഈ വീട്ടിലുണ്ട് എന്ന് അറിയുന്നല്ലോ. മത്സരാർത്ഥി ചോദിക്കും പ്രസിയേ കുട്ടികളെവിടെ, ഇവരുടെ ഒച്ചം ബഹളം എന്നിട്ട് അറിയാം ഇപ്പത്തെ കാലത്ത് ഒച്ചയും ബഹളം കേൾക്കാത്ത കുട്ടികളുണ്ടെങ്കിൽ ഇവരെ ഉള്ളൂ പറയും. എന്താന്ന് വെച്ചാൽ അവരുടെ ഒരു ബഹളവും കേൾക്കില്ല കേട്ടോ. ആ കുട്ടികൾ ഈ വീട്ടിലുണ്ട് തന്നെ അറിയില്ല. അമ്മ അച്ചു ഇന്നത്തെ ഒരാൾ പെയിന്റിങ് ചെയ്യാൻ വേണ്ടി ഓരോരുത്തർ നിൽക്കും, ഒരാൾ കുറെ നൂലെടുത്തിട്ട് അതും കൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ വേണ്ടി ഒരാളിരിക്കും. പിന്നെ കിച്ചു സുഖമായി കടന്നുറങ്ങും. നമ്മള് പൊന്നാണ്, നമ്മള് പൊന്നും കിട്ടേന്ന് ഉറങ്ങ്. മാങ്ങ നോക്കിയൊക്കെ, പഴുത്ത മാങ്ങ നോക്കിയൊക്കെ. മാങ്ങ വേണോ? പൂരം കാണാൻ പോണ്ടേ പൊന്നേന്ന്? പൂരം ഞങ്ങളുടെ ഇവിടെ കുന്നപ്പുള്ളിക്കാവില് വിഷുവേല കേട്ടൊന്ന്. അപ്പൊ ഞങ്ങൾ എല്ലാ പ്രാവശ്യവും കോങ്ങാട് പോയിട്ട് കുറച്ചു നേരം കണ്ടിട്ട് വരും കേട്ടോ. എല്ലാ പ്രാവശ്യവും പോവാറുണ്ട് കോങ്ങാട് അല്ലേ. എന്നിട്ട് പോയിട്ട് ഞങ്ങൾ വരുമ്പോൾ കാളനൊക്കെ കഴിച്ചിട്ടാണ് വരിക കേട്ടോ. പക്ഷേ കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോൾ ഞങ്ങൾക്ക് 8ന്റെ പണി കിട്ടി. വണ്ടി നിർത്തിയത് ഞങ്ങൾ വേറൊരു ഭാഗത്ത് വണ്ടി നിർത്തി പോയി. ഈ വേല വരാണ്ട് വണ്ടി എടുക്കാൻ പറ്റുമോ? അപ്പോൾ ലാസ്റ്റ് വേല വരെ ഞങ്ങൾ അവിടെ ഇങ്ങനെ നിന്ന് അങ്ങനെയല്ല പോയി. ഏട്ടന്റെ കണക്കിൽ 4 വേലേ ഉള്ളൂ കണക്ക്. 4 വേല കഴിയുമ്പോഴേക്കും ഏട്ടൻ പോവാ മതി പറയും. എന്താ കഴിഞ്ഞ പ്രാവശ്യം വരാൻ കാത്തിരിക്കല്ലേ, വേല വരുമ്പോ വണ്ടി റോഡ് ക്രോസ് ചെയ്യണം. അപ്പൊ അതിന് തിരക്കായിട്ട് വണ്ടി എടുക്കാൻ പറ്റാണ്ട് അവിടെ നിന്ന്. അതല്ല 3 വേല കഴിയുമ്പോഴേക്കും അനിയേട്ടല്ലേ മതി ഇതന്നെയല്ലേ ഇനിയും കാണാനുള്ളത്, വാ പോവാ 30 വേലയില് ഒന്നേ കാണാനുള്ളൂ. ഞാൻ എന്താ ചെയ്യണേ? അപ്പൊ ആൾക്കാരെ കണ്ടൂടെ? വിവിധ തരമുള്ള ആൾക്കാർ, വിവിധ തരമുള്ള കാളകള്, ഇതൊക്കെ കാണാൻ പറ്റുമോ അല്ലേ? ഒരു വേലയ്ക്ക് ഒരാൾക്കാരല്ലേ കാണാൻ പറ്റുള്ളൂ അല്ലേ? നിങ്ങൾ രണ്ടാളിനെ പോകുമ്പോ അവിടെ നിന്ന് ആൾക്കാരൊക്കെ കണ്ടും അടുത്തിട്ട് വന്നാൽ മതി. പലതരത്തിലുള്ള ആൾക്കാരുണ്ടാവുമല്ലോ. ഈ ഏട്ടനില്ലേ കുസുമ്പാണ്, കുസുമ്പ് അല്ല അല്ലെങ്കിലേ നിങ്ങളെ കാണിക്കാനല്ലേ പോണ്, നിങ്ങൾ കാണാനല്ലേ പോണ്. അതിന് ആൾക്കാർ കണ്ടിട്ട് വന്ന് വർത്താനം പറയാം. പിന്നെ അതൊരു അംഗീകാരല്ലേ സുകന്യെ? എന്താ ഇത് ചുള്ളി വർഗല്ലേ, കുറച്ച് വലിപ്പമുള്ളതാണ്. ആ ഹോട്ടലുകൾക്കൂടെ ഇങ്ങനത്തെ വർഗന്നെ വേണ്ടി വരുവേ. കാരണം എല്ലാ വർഗം ഇപ്പൊ ആൾക്കാർക്ക് വേണ്ടി വരും കേട്ടോ. ഗ്യാസിന് ഇങ്ങനെ വിലയല്ലേ. ഞങ്ങൾ പോയില്ല കേട്ടോ ഇന്നലെ. എനിക്ക് മൈഗ്രെയിൻ്റെ തലവേദന ഉള്ളത് കൊണ്ടില്ലേ ഇവരൊക്കെ ചീത്ത പറഞ്ഞു. പിന്നെ അവർ കൂട്ടി അവിടെ ഇട്ടിട്ടുണ്ടാവും, ഉണങ്ങട്ടെ, ഉണങ്ങിയിട്ട് കൊണ്ടുവരാൻ വിചാരിച്ചു. അവരോട് പറഞ്ഞിരുന്നു. പിന്നെ നമ്മുടെ കഴിഞ്ഞ പ്രാവശ്യം വിറകുണ്ടാക്കാൻ പോയിട്ട് എൻ്റെ ഒരു നെയ്റ്റി മുഴുവൻ പോയി. ഫുള്ള് കേറല്ല, പാലായിട്ട് ഫുള്ളും പോയി. അപ്പൊ ഞാൻ കെട്ടും കടക്കിട്ട് പോകട്ടോ. ബൈ, നാളെ കാണാം. ഇവിടെ അടിച്ചോരിക്കോ കേട്ടോ. അങ്ങനെയാണ് സൂര്യ നീന്തി കുളിക്കുക. നീ കനാലിറങ്ങാത്ത പാര തെറ്റാ. അവിടെ നിന്ന് ഇറങ്ങി നോക്കിയൊക്കെ കുട്ടികളുടെ കൂടെ തൊള്ളയും വിളിയൊക്കെ ഇട്ട് നീ കുളിക്കുന്നേ പോലെ. എന്താടി പൊന്നും കറ്റി പൊന്നും കറ്റ. എൻ്റെ കോഴിക്കുട്ടികളെ പഠിപ്പിക്കണ്ട കേട്ടോ. അപ്പോഴേ ഗ്യാസ് നമുക്കില്ലേ അടുപ്പിലേക്കാം അല്ലേ. വറുത്തരച്ച സാമ്പാർ എങ്ങനെ വെക്കുകയെന്ന് കുറേ പേര് ചോദിച്ചില്ലേ. ഞാൻ വെക്കുന്ന രീതിയിൽ കാണിച്ചു കേട്ടോ. വെണ്ടയ്ക്ക നമ്മൾ കഷ്ണങ്ങൾ കണ്ടോ, കഷ്ണം എന്ത് കഷ്ണം വേണമെങ്കിലും എടുക്കാം കേട്ടോ. ഞാൻ ചിലപ്പോൾ സാമ്പാറിൽ കയ്പ്പയ്ക്ക കൂട്ടാറുണ്ട്. നിങ്ങൾ ആരെങ്കിലും കൂട്ടാറുണ്ടോ? എന്താ ഇവിടെ ഇഷ്ടമാണ് കേട്ടോ സാമ്പാറിൽ കയ്പ്പയ്ക്ക ഇടുന്നത്. ഒരു കഷ്ണം അതിങ്ങനെ നമ്മൾ വെണ്ടയ്ക്ക വാട്ടിനയിൽ കൂടെ ഒരു കഷ്ണം കയ്പ്പയ്ക്ക കൂട്ടുട്ടോ. ഒന്ന് വെണ്ടയ്ക്ക വറുത്തെടുക്കുക. തീ കത്തിയപ്പോൾ ഞാൻ വേഗം അടുപ്പത്ത് വെച്ചു. നമ്മുടെ ന്യൂസ് സ്റ്റാർ പോണു കേട്ടോ. എന്താ നമ്മുടെ വീടിൻ്റെ മുമ്പറത്ത് കൂടെ ബസ് ഉണ്ടെന്ന് എല്ലാവർക്കും അറിയാലോ. പക്ഷെ ആ ബസ് വിശ്വസിച്ചിട്ട്
വരാൻ ചിലപ്പോൾ നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ എന്താ പണിക്ക് നിർത്തുക എന്തെങ്കിലുമൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞു വെച്ചാൽ കിട്ടില്ല നിങ്ങൾക്ക്. കായം എന്താ നമുക്കില്ലേ ആ ചട്ടീനെ അത് അടുപ്പത്ത് വെച്ച് കൊടുത്തു. എണ്ണ ഒഴിച്ചു. അമ്മോ ഇതിലാ എണ്ണ ഒഴിച്ച് വെക്കിട്ടോ, അവിടെ വാങ്ങി വെച്ചിട്ടുണ്ട്. ശരി കായട്ടോ, വേനൽക്കാലം ആയതുകൊണ്ടേ കണ്ടോ കായത്തിനൊരു ബലം. മടുപ്പിക്കും പൊട്ടും. ഒരു കഷ്ണം കൂടി എടുക്കും. അപ്പോൾ എന്താട്ടോ ഉലുവ, കുറച്ച് ഉലുവ വെള്ളം കുടിക്കാനേ ഉലുവ അതിൽ ഇട്ടിട്ടുണ്ട്. ഞാൻ ചില ദിവസം ഉലുവ ഇട്ടിട്ട് വെള്ളം കുടിക്കട്ടോ. ഉലുവയെ ജീരകം ഇട്ടിട്ട് ഇങ്ങനെ എന്താ ശരിക്കത് കുടിക്കണം നല്ലതാണെന്ന് പറഞ്ഞ്, പക്ഷെ എപ്പോഴും കുടിക്കാനും പാടില്ല പറയുന്നു. ആ അവിടെ അപ്പുറത്തേ ഒന്ന് തിരയി പൊന്നാ. പൊട്ടി നല്ല രീതിയിൽ പൊട്ടി വന്നപ്പോൾ ഇതാ തേങ്ങ ഇട്ട് കൊടുക്കണ്ടേ. ഉണക്കമുളകും മല്ലിയാണ് പറഞ്ഞ വെച്ചാൽ അതും ഇത് കൂടെ ഇട്ടിട്ട് പിന്നെ തേങ്ങ ഇട്ടാൽ മതി കേട്ടോ. അപ്പോൾ നമ്മൾ മുളകും മല്ലിയും വാങ്ങി പൊടിപ്പിച്ചൊക്കെ അല്ലേ. കുറേ കൂട്ടുകാർ ചോദിച്ചതാണ്. അധികം ഞാൻ ഉണ്ടാക്കണ പോലെ തന്നെ നമ്മളിവിടെ ജീരകമൊന്നും ഇടില്ല കേട്ടോ സാമ്പാറിൽ. ജീരകം ഇടില്ല, വെളുത്തുള്ളി ഇടില്ല നമ്മുടെ സാമ്പാറിൽ. പക്ഷെ ചില ഭാഗത്ത് ജീരകവും വെളുത്തുള്ളിയൊക്കെ ഇടുന്നൊക്കെ പറയുന്നേക്കാം. ഈ കത്തിയപ്പോൾ ഞാനിതിൽ തന്നെ വെച്ചതാ കേട്ടോ. വേഗം എന്താ ചെറിയ ഉള്ളി ഉണ്ടോ, ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കണ്ടേ. തീ കത്തണ സമയത്ത് സുഖമാണ്. ഇതിൽ ഒരു ചെമ്പ് കൂട്ടാനായി കഴിഞ്ഞാൽ കൊത്തവരയ്ക്കൊപ്പേരി രാവിലെ വെച്ചു കേട്ടോ. കൂട്ടാൻ ഇതും വെച്ചാൽ കണ്ട വെയിൽ നോക്ക്, എന്താ വെയിൽ. നമ്മൾ ഈ ഉള്ളിലിരിക്കും കൊണ്ടാണ് തോന്നുന്നുണ്ട് ഇത്ര ചൂട്. ഈ പണിക്ക് പോണ ആൾക്കാർക്കില്ലേ ഇത്ര ചൂടുണ്ടാവില്ല എന്ന് തോന്നുന്നു. കണ്ട ഉലുവ വെള്ളം തിളയ്ക്കണ കണ്ട. ആ അതിൽ തന്നെ ഓയിൽ. അപ്പം ഇതുവരെ ഒഴിച്ചില്ലേ? ആ വെളിച്ചെണ്ണ ഒന്നിലൊരു സ്റ്റിക്കർ ഇട്ടോട്ടോ. മിഞ്ഞാന്ന് ചാച്ചൻ വെളിച്ചെണ്ണയാണ് പറഞ്ഞിട്ട് ഓയിൽ തലയിൽ തേച്ചക്കണം. രണ്ടും ഒരേപോലത്തെ എണ്ണ ആയതും കൊണ്ടേ നല്ല ബുദ്ധിമുട്ടാണ്. അപ്പോഴേ ആ തേങ്ങ നല്ല പോലെ മൂത്ത് വന്നപ്പോഴല്ലേ നമ്മളിതാ മുളക് പൊടി മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ല പച്ചമണം മാറട്ടെ കേട്ടോ. ഇതാട്ടോ കണ്ടില്ലേ മൂത്ത് വന്നേ. കുളിച്ചോളിട്ടാ. എന്താ പരിപ്പ്, ഉരുളക്കിഴങ്ങ്, ചെറിയ ഉള്ളി, ക്യാരറ്റ് കേട്ടോ അടുപ്പത്ത് വെച്ച് കൊടുക്കണ്ടേ. മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കണ്ട്. കേക്ക് തിന്നോ? കേക്ക് തിന്നാൻ പോവാണ്. കേക്ക് എവിടെ നിന്നിട്ട്? കേക്ക് തിന്നാൽ തിന്നില്ലേ ട്രൗസർ ഇട്ടിട്ട് പോയെ. ഇക്ക് കേക്ക് വേണം. പൊന്നോ ഇക്ക് വേണം. ട്രൗസർ ഇട്ടു കേട്ടോ. കുറച്ച് പരിപ്പ് ഇട്ടിട്ടുണ്ട് കേട്ടോ. തോനെ പരിപ്പിടാറ് ഉണ്ട്. കഷ്ണം കമ്മിയാകുമ്പോൾ കുറച്ച് കൂടുതൽ പരിപ്പിടും. സദ്യക്കൊക്കെ നമ്മൾ സാമ്പാർ വയ്ക്കുമ്പോൾ കണ്ടിട്ടില്ലേ. പക്ഷെ ഇതിപ്പോൾ കഷ്ണം ഉണ്ടല്ലോ, കഷ്ണങ്ങൾ കൂടുതൽ കഴിക്കട്ടെ പറഞ്ഞിട്ടേ. പിന്നെ കുളി കഴിഞ്ഞിട്ട് അപ്പോൾ അവർ നമുക്കിതില്ലേ എന്താ നമ്മുടെ അമ്മിയിൽ അരച്ചാലോ? അരച്ചോ, പിന്നെ എന്തിനാണ് അമ്മി? എന്താട്ടോ മുരിങ്ങക്കായ,
വെന്തക്കണേ മുരിങ്ങക്കായ, അതിൻ്റെ ഒപ്പം തന്നെ ഇതാ വെണ്ടയ്ക്ക. കഷ്ണങ്ങൾ കൂടുതലായി കഴിഞ്ഞ് വെച്ചാൽ എന്താണെന്നറിയോ, കുട്ടികൾ കഷ്ണങ്ങൾ കഴിച്ചോളും. അപ്പം അത് കാരണം ഇപ്പം നാളെ നമുക്ക് ഏട്ടൻ്റെ പെങ്ങളുടെ വീട്ടിലൊരു വിശേഷമുണ്ടേ. അപ്പം അതിന് പോകണം. അനിയൻ വന്നിട്ടുണ്ട്. അപ്പോൾ നാളെ ഞങ്ങൾ പെങ്ങളുടെ വീട്ടിലായിരിക്കും ഉണ്ടാവുക. ഞാൻ മാങ്ങക്കൂട്ടാൻ വെക്കാമെന്ന് വിചാരിച്ചാട്ടോ. കുറച്ച് പഴുത്ത മാങ്ങ കൂട്ടാന്ന് വെച്ചാൽ നല്ല തന്നെ. നാളെ നമ്മൾക്ക് നല്ല അടിപൊളിയാവും. വെക്കണമെങ്കിൽ വെക്കാം. മോരില്ലാണ്ട് എന്താ ഇപ്പം മാങ്ങക്കൂട്ടാൻ വെക്കാൻ പണി? സാമ്പാർ എന്താ മാങ്ങക്കൂട്ടാൻ വെക്കാനാണ് ശരിക്കും എളുപ്പം. സാമ്പാർ എന്താ ചെയ്യുക? സാമ്പാർ എന്താ എടുത്ത് വെക്കണം, രാവിലെ ഇഡ്ഡലി ഉണ്ടാക്കുമ്പോഴേക്കും ആക്കില്ലേ. മാങ്ങക്കൂട്ടാൻ അമ്മൂട്ടിക്ക് ജീവനാട്ടോ. മാങ്ങ എന്തോരം ഇഷ്ടാച്ചിട്ടാ. അതിന് മാങ്ങയൊക്കെ പച്ചന്നിട്ട് കഴിയാറായി. പഴുത്തതല്ലേ? അതൊക്കെ തിന്ന് വെച്ചു. ആര്? ഞാൻ തന്നെ, അല്ലാണ്ടാരാ. കണ്ടോ, ഇതിൽ സാമ്പാർ വെക്കണേലില്ലേ നമ്മുടെ മക്കൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള സംഭവമാണ് വെണ്ടയ്ക്ക. മുരിങ്ങക്കായതിനേക്കാട്ടിലും ഇഷ്ടമാണ് കേട്ടോ വെണ്ടയ്ക്ക. വെണ്ടയ്ക്ക വെറുതെ കഴിച്ചോളും. അതെന്താണ് അതിനോട് ഇത്ര താല്പര്യം എനിക്കറിയില്ല. ഉരുളക്കിഴങ്ങായിരിക്കുമല്ലേ അധികം കുട്ടികൾക്ക് ഇഷ്ടമുണ്ടാവുക. പക്ഷേ സാമ്പാറിൽ ഇവിടെ വെണ്ടയ്ക്കയാണ് ഇഷ്ടം. അപ്പോൾ അതാ കടന്ന് വേവട്ടെ. ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ നമ്മളിതിൻ്റെ കൂടെ. അച്ഛേ നാളെ അങ്ങോട്ട് പോവാനുള്ള തുണികളൊക്കെ അല്ലേ നോക്കുമ്പോൾ അവർ പാൻറ്റും ഷർട്ടും ഇടാമെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു നമുക്കെല്ലാവർക്കും ഒരേപോലത്തെ ഡ്രസ്സ് ഇടാമല്ലോ പറഞ്ഞിട്ടേ ആ ഡ്രസ്സ് ഇടാക്കാൻ വേണ്ടിയിട്ട് തിരുമ്പല്ല, എന്താ പറയുക, കംഫർട്ടിൽ മുക്കുക അല്ലേ. കണ്ടോ, നല്ല കുഞ്ഞ് മാങ്ങ കൂട്ടാൻ വയ്ക്കാൻ പറ്റുന്ന അങ്ങനത്തെ മാങ്ങ ഉണ്ടല്ലേ. നല്ല മധുരമുണ്ട് കേട്ടോ. നല്ല മാങ്ങ, കറി വയ്ക്കാൻ പറ്റിയ മാങ്ങ. മധുരമുണ്ട്, പുളിപ്പുണ്ട്. നാടൻ മാങ്ങയാണ് ഇത്. മാങ്ങക്കൂട്ടാൻ വെച്ചാൽ മോരുമായിട്ട് വന്നോളൂ, ഞാൻ വെച്ചുതരാം. ഏത് വെക്കണേ നീ? ആ മാങ്ങ ഞാൻ കഴിച്ചു. ബാക്കി പൊന്നു വന്നിട്ടു. അവിടെ ഉണ്ട്, വീട്ടിലുണ്ട് മാങ്ങ ഉണ്ട്. ഈ മാങ്ങ സുകന്യയുടെ അമ്മമ്മയുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന അത്രേ. അത് ഇതിനേക്കാട്ടിലും മധുരമാണ്. എന്തോരം മധുര വെച്ചിട്ടാ. അവിടെ ഇരിക്കട്ടെ, അവിടെ ഇരിക്കട്ടെ. നല്ല മധുരം ഉണ്ടെങ്കിൽ കറി വെക്കണ്ട. നല്ല മധുരം ഉണ്ടെങ്കിൽ കറി വെക്കണ്ടാന്നോ? എന്നാ ബെല്ലുണ്ടല്ലോ. വേണ്ടേ, നല്ല മധുരം ഉണ്ടെങ്കിൽ അവിടെ ഇരിക്കട്ടെ. ആദ്യമൊക്കെ ആരെങ്കിലൊക്കെ പേര് വിളിക്കും. എന്നിട്ട് മാങ്ങ എന്ന് കഴിഞ്ഞ് വെച്ചല്ലേ ഇതിന് കൂട്ടുപോലും വയ്ക്കും പഠിക്കുന്ന സമയത്ത്. അപ്പതാ നമ്മുടെ കൂട്ടാനാവാറായി. പഠിക്കുന്ന സമയത്ത് ഭയങ്കര സംഭവമാണ്. ഞാൻ പാവമായിരുന്നു തന്നെ കേട്ടാ. എല്ലാവരോടും ചോദിച്ചൊക്കെ ഞാനൊരു പാവമായിരുന്നു അത്രേ. അപ്പോൾ കഷ്ണങ്ങളൊക്കെ ഇതാ നല്ല രീതിയിൽ വെന്തു. കണ്ട വെന്തേ, പുളി ഒഴിച്ച് തളിച്ചു. ഇനി നമ്മളിതാ അരപ്പ് ഒഴിച്ച് കൊടുക്കട്ടെ കേട്ടോ. കുറച്ച് വെള്ളം കലക്കി പാരട്ടെ. നല്ല കുറുക്കനെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതില് അരപ്പിലേ. തുണി തിരുമ്പണ പോലെ കറിയിൽ ഇനി ആദ്യം വെള്ളം ഒഴിക്കുകയാണ്. തുണി തിരുമ്പണ പോലെ ഇനി ആദ്യം കറിയിൽ വെള്ളം. ഇത് കഴിഞ്ഞിട്ട് വേണം വിറകിന് പോവാന്, അറിയോ? വെയിലത്ത് പോയി നിൽക്കേണ്ട കാര്യം ആലോചിക്കുമ്പല്ലേ സങ്കടം വരും. അതാ കണ്ടോ, തിരുമ്പണ കല്ലൊന്നും വെച്ചില്ല. നമ്മളന്ന് എന്താ അച്ചു നിങ്ങൾ ഇങ്ങനെ പറയുന്നത്? അന്ന് എങ്ങനെയൊക്കെ വീടിൻ്റെ പണി കഴിഞ്ഞാൽ മതി. ഇനി തിരുമ്പണ കല്ലുണ്ടാക്കാണ്ട് ഇതാ ഇവിടെയൊക്കെ നമുക്ക് ഒന്നും ചെയ്തിട്ടില്ല ഇവിടെ. ഇനി കുറച്ചും കൂടി പണികളൊക്കെ എത്രയും ദൈവം ആക്കി തന്നില്ലേന്ന് പ്രാർത്ഥിക്കും. ഇത് സാമ്പാറാവുമ്പല്ലേ കുട്ടിയോട് കഴിച്ചോളൂ കേട്ടോ. എന്താ വേറെ ഇത് അല്ലെങ്കിൽ ചെറിയ ചട്ടിയിലോ ചട്ടി വെച്ച് കഴിഞ്ഞാൽ കഷ്ണങ്ങളെങ്കിലും എടുത്ത് ചാറ ഇതാവുന്നുള്ളൂ. കഴുകാനുള്ളതുകളേ ഒക്കെ ഇതാണ്ട് കഴിഞ്ഞാൽ കഴുകാമല്ലോ. കൊത്തമരക്കപ്പേരി ഉണ്ട്, ഇനി ഒരു മാങ്ങ ഉണ്ട് കേട്ടോ. അത് ഞാൻ പെട്ടെന്നില്ലേ ഞങ്ങൾ അവിടെ പോയിട്ട് വരുമ്പോഴേക്കും
അമ്മ അത് അച്ചാറിടട്ടോ ഉണ്ണി. ഒരു കിളിച്ചുണ്ട മാങ്ങ ഉണ്ട് അവിടെ ഇരിക്കണു, അധികം പുളിപ്പും ഇതും ഇല്ലാത്തതേ. അത് നുറുക്കിയിട്ട് ഉപ്പും മുളകും ഇട്ടിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് വെച്ചാൽ മതി കേട്ടോ. വിറകുണ്ടാക്കാൻ പോവാണേ, നിങ്ങൾ വരണ്ട. ഉപ്പ് കമ്മിയുണ്ട്, ഉപ്പ് ഇട്ട് കൊടുത്തു. കുറച്ച് കറിവേപ്പിൻ്റെ ഉണ്ടായിരുന്നു കേട്ടോ, അത് ഇട്ട് കൊടുത്തേ. ഇനി നമുക്ക് ചുക്കുവെള്ളത്തിന് ഒരു പാത്രം വെള്ളം അടുപ്പത്ത് വെച്ച് കഴിഞ്ഞാൽ ഇത് നന്നായി തിളയ്ക്കട്ടെ. ഈ നൈറ്റി ഇഷ്ടമായോ നിങ്ങൾക്ക്? ഇഷ്ടമായില്ല. നിങ്ങൾക്ക് ഇഷ്ടമാണ്? നമുക്ക് ഇഷ്ടമായി. എനിക്ക് ഇഷ്ടമായി. ഞാനതാ പറഞ്ഞു ഇഷ്ടമായില്ലാന്ന്. ഞാനതാ പറഞ്ഞു ഇഷ്ടമായില്ലാന്നേ. എന്താ? നന്നായിട്ടുണ്ട്, നന്നായി വാങ്ങാനല്ലേ, നന്നായിട്ടുണ്ട്. വെറുതെ എങ്ങനെയുണ്ട് ചോക്കാൻ. ഞാൻ വെറുതെ എനിക്ക് ഈ കളറ് ഭയങ്കര ഇഷ്ടമുള്ളൊരു കളറാട്ടോ. അപ്പോൾ ഈ നൈറ്റി എൻ്റെ ഫ്രണ്ട് കാണാൻ നല്ല വൃത്തിയില്ലതാ. കാണാൻ നല്ല വൃത്തിയുള്ള നൈറ്റിയാണ്. ഞാൻ ഇപ്പോഴത്തെ നൈറ്റ് ഫ്രണ്ടിൽ ഞെറിയിട്ട് ഇപ്പം ഞാൻ 2 എണ്ണം എടുത്തതും ഫ്രണ്ടിൽ ഞെറിയുള്ളതാട്ടോ എടുത്തത്, മറ്റേത് എടുത്തില്ല നമുക്ക്. പക്ഷെ ഇത് എടുക്കുമ്പോൾ അല്ലേ എല്ലാവരും പറയും കുറച്ച് തടി കൂടുതലുള്ള പോലെ തോന്നും, കാരണം നല്ല ലൂസിലടിച്ചതുകൊണ്ട്. അങ്ങനെ മക്കൾ പറയും കേട്ടോ. അമ്മൂനും അച്ഛനൊക്കെ ഭയങ്കര ഇഷ്ടമായി. ഞങ്ങൾ ഇന്നലെ വൈകുന്നേരത്തെ കുട്ടികളെയും കൊണ്ട് എവിടേക്കെങ്കിലുമൊക്കെ പോകണം വിചാരിച്ചാണ്. അങ്ങനെ ഞങ്ങൾ ഇന്നലെ പെങ്ങളുടെ വീട്ടിൽ പോയി. കുട്ടികളെ കൊണ്ട് എവിടേക്കും പോകണം, കുട്ടികൾ ചിന്തിക്കേണ്ടത് അച്ചു എവിടേക്കും ഞാനില്ല എന്ന് പറഞ്ഞു. ഇന്നലെ എങ്ങനെയാണ് അച്ഛനെ കൊണ്ട് എവിടേക്കും അമ്മായി ഇന്നലെ പോവാ പറഞ്ഞപ്പോ ഇനിയിപ്പോ നാളെ ഞങ്ങൾക്ക് രാവിലെ പോയാൽ ഞങ്ങള് അവളാണെങ്കിൽ വല്ല നല്ല കുട്ടി എന്ന് പറഞ്ഞാലും പോരെ, 2 നല്ല കുട്ടിയാണ് അവള്. എവിടേക്കും പോണത് ഇഷ്ടമല്ല അവൾക്ക്. അയ്യോ അത് കൂടെ മൊത്തം വെള്ളാക്കല്ലേ. എനിക്കിന്ന് ഇവിടെ ഫുള്ളൊന്ന് അടിച്ച് കഴുകി വിടണം, കുറെ പണികളുണ്ട് അതിന്റെ ഇടയിൽ. ഞാൻ പറഞ്ഞു കേട്ടില്ലല്ലോ അച്ചു. അതാണ് നല്ലത് പറഞ്ഞു, അവള് നല്ലത് പറഞ്ഞാൽ അവള് കേൾക്കുകയില്ല. ലച്ചുവോ ഏട്ടൻ നല്ലതാ പറയുന്നെന്ന് കുട്ടിക്ക് മനസ്സിലായിട്ടില്ല ലച്ചുവോ. എന്ത് പക്ഷേ എന്താ ഇത് പറയില്ല കേട്ടോ. എന്ത് നമുക്ക് കൂടെ നമ്മുടെ അവസ്ഥകൾ അറിഞ്ഞ് നമ്മുടെ കൂടെ നമ്മുടെ മക്കൾ നിൽക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വലിയൊരു ഭാഗ്യം കേട്ടോ. എന്തായാലും ഇന്നത് വേണമെന്നൊന്നും അവരുടെ വായം കൊണ്ട് അവർ പറയില്ല. അപ്പോൾ അതാ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഇറച്ചി വാങ്ങിയില്ലേ, അപ്പോൾ വിഷു കൈനീട്ടം കിട്ടിയിട്ട് എന്താ ഇങ്ങോട്ട് പറയത് കൊൾക്കിണർ അടിച്ചിട്ട് ഈ അച്ഛൻ്റെ കയ്യിൽ പൈസ ഉണ്ടാവില്ല അമ്മ, ഇത് കൊടുത്തോന്ന് പറയും കേട്ടോ. അങ്ങനെയാണ് കിച്ച് പിറ്റ് അന്ന് തന്നെ തന്നൂലേട്ടാ ആദ്യം. അങ്ങനെയാണ് നമുക്ക് ആ ചില സമയത്തൊക്കെ അവരുടെ ആ ഒരു ഇത് കാണുമ്പോൾ നമുക്ക് സന്തോഷം വരും. കാരണം നമ്മുടെ കാട്ടിലും നമ്മളവർ അറിയുന്നുണ്ട് നമ്മുടെ ഓരോ കാര്യങ്ങൾ. അത് ഏറ്റവും വലിയൊരു കാര്യം തന്നെയല്ലേ. മക്കൾ ബുദ്ധിമുട്ടാച്ചാലും വേണ്ടില്ല, അവർ നമ്മുടെ സന്തോഷമാണ് പറഞ്ഞു വെച്ചാലും വേണ്ടില്ല, ഒക്കെ നമ്മുടെ കൂടെ അറിയുക എന്ന് പറയുന്നത് അതാണ് ഏറ്റവും വലിയൊരു ഭാഗ്യം കേട്ടോ. എന്തെങ്കിലും പണി പറഞ്ഞു കഴിഞ്ഞാൽ വെച്ചാലും വെയ്യ അച്ചു അതൊന്ന് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെച്ചാൽ വേഗം ചെയ്തോളൂ. അപ്പോൾ അതാ നമ്മുടെ സാമ്പാർ കണ്ടോ ആയിട്ടോ. ഇത് നമ്മുടെ മല്ലിയും മുളകും ആണ് പറഞ്ഞു വെച്ചാൽ ഒരു നല്ലൊരു വേറൊരു കളർ ഉണ്ടാവും കേട്ടോ, ഒരു നല്ലൊരു കളർ ഇല്ലട്ടാ. മല്ലിയും മുളകും വറുത്തരച്ചിട്ടുണ്ടാക്കുക. ഇത് ഇങ്ങനെ പൊടിയല്ലേ, അപ്പം അതിൻ്റെ ഇതാണ്ടോ പൊടിയാണല്ലോ അല്ലേ. നല്ല പറഞ്ഞു കൊടുക്കും നിങ്ങൾക്ക് മണം വരുന്നുണ്ട്. ഇനി ഇതിൽ കടുക് താളിക്കും, കടുക് കറിവേപ്പില അതന്നെ കണ്ടോ. ഒന്നും കൂടി ഡാർക്ക് കളറായിരുന്നു. പിന്നെ ഇത് കടുക് താളിക്കണം കേട്ടോ. അപ്പം ഞങ്ങളേ എന്താണെന്നറിയോ വേഗം എൻ്റെ ഓരോന്ന് ഇപ്പോഴത്തെ ഒരു വിശേഷങ്ങൾ, ഒരു തട്ടിക്കൂട്ടലല്ല, കുറേ പേര് സാമ്പാറിൻ്റെ കാര്യം ചോദിച്ചിരുന്നു. അപ്പോൾ അതും കൊണ്ട് പറഞ്ഞാണ്. കാരണം വെയിലൊന്ന് കടുക്കണതിൻ്റെ മുമ്പ് പോയി കുറച്ച് വിറക് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ആ കാര്യം നടക്കും അല്ലേ. അപ്പോൾ നാളെ നല്ല വിശേഷങ്ങളൊക്കെ ഇട്ട് പറയച്ചു. നിങ്ങൾ ഇതേപോലെയാണോ സാമ്പാർ വെക്കാറ്, ഇല്ലെങ്കിൽ ഇതേപോലെ ഒന്ന് വെച്ച് നോക്കി അഭിപ്രായങ്ങൾ പറയൂ കേട്ടോ. അപ്പോൾ നാളെ കാണാം.